ഏതൊരു മുഅ്മിനിന്റെ ഹൃദയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപദേശകനെ ഏർപ്പെടുത്തും. ആ ഉപദേശകൻ ആരാണ്? മലക്കാണ്. സാധാരണ ഒരു വലിയൊക്കെ ആകുമ്പോൾ ആയിരക്കണക്കായ മലക്കുകളുണ്ടാവും. ഒരു വലിയൊരു സ്ഥലത്ത് പ്രവേശിച്ചാൽ ആയിരക്കണക്കായ മലക്കൾ പ്രവേശിക്കും. സദുപദേശത്തിന്റെ ആയിരക്കണക്കായ ആളുകൾ ആ സദസ്സിലുണ്ടാവും. കാരണം ഒരു സാധാരണ മുഅ്മിന് തന്നെ എന്തുണ്ടാവും? ഒരാളുണ്ടാവും. ഒരു വലിയാണെങ്കിൽ അല്ലാഹ് ഇത് ഹബീബ് റസൂൽ ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയൊരു സ്ഥലത്ത് വന്നാൽ ആയിരക്കണക്കായ മലക്കൾ ആ സദസ്സിലുണ്ടാവും. അപ്പൊ കാരണം എന്തുകൊണ്ട്? അവരുടെ അല്ലാഹുമായുള്ള ബന്ധത്തിനനുസരിച്ച് വന്നു കൂടും ആര്? മലക്കുകൾ. തിരിച്ചുണ്ടാവും. ഒരു മുശ്രിക്ക് ശൈത്താനോട് കൂടി അല്ലാതെ പ്രവേശിക്കൂല. ഒരു മുശ്രിക്ക് ശൈത്താനോട് കൂടി അല്ലാതെ പ്രവേശിക്കൂല. ഏത് ശിർക്കിന്റെ അടയാളങ്ങൾ കണ്ടാലും ഇടഭാഗത്തേക്ക് മുഖം തിരിക്കണം, അല്ലെങ്കിൽ എതിർഭാഗത്തേക്ക്. എന്തുകൊണ്ട്? ശൈത്താനില്ലാതെ ഒരു ശിർക്കിന്റെ അടയാളവും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഒരു ശിർക്കിന് ജപിച്ചു വിടുന്നവന്റെ കൂടെ ആയിരക്കണക്കായ ശൈത്താന്മാരുണ്ടായിരിക്കും. ഓൻ പ്രവേശിച്ചാൽ ആയിരക്കണക്കായ ശൈത്താന്മാർ കൂടെ പ്രവേശിക്കും. കാരണം എന്തുകൊണ്ട്? അത് അവൻ ഇടഭാഗത്തേക്ക് വാതിൽ തുറന്നു വെച്ച രൂപത്തിലാണ് അത് നോക്കി നിൽക്കുന്നവന്റെ അവസ്ഥ. അവന്റെ കൂടെ ആരുമായി ബന്ധം ഉണ്ടാവില്ല. അവന് മലക്കിനോടൊന്നും ഉണ്ടാവില്ല. ഇത് നോക്കി നിൽക്കുന്ന സമയത്ത് അവൻ എന്തുമായി ബന്ധം ഉണ്ടാവില്ല? മലക്കുമായി ബന്ധമല്ല. പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സമയമായിരിക്കും ഇഷ്ടം പോലെ അടിച്ചു കയറും. പെണ്ണുങ്ങൾക്ക് വസ്വാസ് ഒക്കെ വരുന്നതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇത്തരം സംഗതികൾ നോക്കി നിൽക്കുക. രണ്ട്, കക്കൂസ് കുളിമുറികൾ നഗ്നമായി ഉപയോഗിക്കുക. രണ്ടിനും പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ശൈത്താനിയത്ത് കയറും. നഗ്നമായി. എന്തുകൊണ്ട്? ദിക്റില്ലാതെയും നഗ്നരായും കക്കൂസ് കുളിമുറികൾ ഉപയോഗിക്കുന്നത് എല്ലാവിധ ശൈത്താനിയത്തിന്റെയും കാരണമാണ്. കാരണം ശൈത്താൻ ആ സമയത്ത് മലക്കിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. ഉദാഹരണം പറയാം, രണ്ട് കാര്യമാണ് ഒരു കക്കൂസിൽ കയറുന്ന നേരത്തെ രണ്ട് കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒന്ന്, ദിക്ർ ഒരു പ്രൊട്ടക്ഷനാണ്. രണ്ട്, നിന്റെ ആവശ്യത്തിനല്ലാതെ നീ നഗ്നത പ്രദർശിപ്പിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യം. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്, അതൊരു പ്രൊട്ടക്ഷനാണ്. പക്ഷെ ആ പ്രൊട്ടക്ഷൻ മാത്രം മതിയാവൂല. ഉദാഹരണം, നിസ്കരിക്കാൻ നിൽക്കുന്നവന് ഉസ്വല്ലി ഫർദുഹുരി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ അദാഅൻ ലില്ലാഹി തആല എന്ന് പറഞ്ഞാൽ അത് നിയ്യത്താണ്, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കലാണ്. പക്ഷെ അത് മതിയാവില്ല. അതിന് അല്ലാഹു നിശ്ചയിച്ചുള്ള ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രം അണിയണം. ഇല്ലെങ്കിൽ അത് നിസ്കരിക്കുന്നവനായി പരിഗണിക്കൂല. ഈ നിസ്കാരിക്കുന്നവൻ അള്ളാന്റെ ഹിദ്സിലായിരിക്കും. അവന്റെ മുട്ടുമുക്കളിന്റെ ആണുങ്ങളാണെങ്കിൽ മറക്കണം, മുഖയും മുഖവും അല്ലാത്തവർക്ക് പെണ്ണുങ്ങളാണെങ്കിലും മറക്കണം. അപ്പോഴേ അവനെ ആരായി പരിഗണിക്കുള്ളൂ? നിസ്കാരത്തിൽ. എന്നതുപോലെ തന്നെയാണ് കക്കൂസ് കുളിമുറിയും എന്നുള്ളവയില് അതിന്റെ വസ്ത്രം അണിയാതെ, അതായത് മറക്കേണ്ടത് മറക്കാതെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ഹിർസ് അവന് ലഭിക്കൂല. ഈ രണ്ടുണ്ടെങ്കിൽ ഇനി ബാക്കി ആര് നോക്കും? അല്ലാഹു നോക്കും. ഒരു ചുക്ക് സംഭവിക്കൂല. ശൈത്താനിയത്ത് മനുഷ്യനിൽ ഇന്ന് അധികരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. മനുഷ്യരുടെ കാലത്ത് തീരെ വിവരം ഉണ്ടായിരുന്നില്ല, പക്ഷെ അവർക്ക് ഭയങ്കര ഹിർസ് ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഒരു ഹിർസ്, അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ കാവലും ഒരു പ്രത്യേകമായ പ്രൊട്ടക്ഷനും ഒരു കാലത്ത് മുഅ്മിനീങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവർക്ക് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവർക്ക് എന്തെന്നാ ഇത്തരം കാര്യത്തിൽ ഭയങ്കര സൂക്ഷ്മത ഉണ്ടായിരുന്നു. ഒന്ന്, നമ്മളെ വീടുകളിൽ ഒരു കുളിമുറി എന്ന സംഗതി ആ കാലത്തുണ്ടായിരുന്നില്ല, കക്കൂസ് ഉണ്ടായിരുന്നില്ല. ഏകദേശം കക്കൂസിന് തന്നെ മറിഞ്ഞ് എവിടെയെങ്കിലും രാവിലെ പോകുന്നല്ലാതെ ഒന്നുമില്ല. കുളിമുറിയുടെ കാര്യമല്ല. ഈ കുളിമുറി എന്നാൽ കിണറ്റിന്റെ പരിസരത്ത് ഓല മെടഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് ഉണ്ടാക്കും. ആ ഓല മെടഞ്ഞുണ്ടാക്കുന്നതിൽ കയറിയിട്ട് പെണ്ണുങ്ങൾ കുളിക്കും, ആണുങ്ങൾ കുളിക്കും. പെണ്ണുങ്ങൾ പ്രത്യേകിച്ചും അവിടെയാ കുളിക്കുക. അങ്ങനെ വരുമ്പോ ഈ പെണ്ണുങ്ങൾക്ക് എന്നാലും ഒരു പേടിയാ. എന്തുകൊണ്ട്? ഏതോ വികൃതിയോ കുസൃതിയായ ഒരുത്തൻ ഒരു ഓല അങ്ങനെ നീക്കി നോക്കിയാലും മൊത്തം കാണും. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറുമ്പോഴും പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? മൊത്തം വസ്ത്രത്തിലിട്ടിട്ടാണ് കുളിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം പൈസയാണ്. പൈസ വന്നപ്പോ പ്രൊട്ടക്റ്റഡ് ബാത്റൂമുകൾ ഉണ്ടായി. ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയാൽ എന്ത് നടക്കണമെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനെ ആയാൽ പോലും ചിലപ്പോൾ നഗ്നത പുറത്ത് കാണും. അതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉഫ്രാനക്കയും പറയും. ഈ ഉഫ്രാനക്കയിലൂടെ അവൻ അറിയാതെ വന്നു പോയ ശൈത്താന്മാര് വല്ലതുണ്ടെങ്കിൽ അത് പുറത്തു പോകും. ഏതിലൂടെ? ഈ ഉഫ്രാനക്കയിലൂടെ. എല്ലാ കർമ്മം കഴിഞ്ഞാലും അൽഹംദുലില്ലാഹ് എന്ന് പറയും. കക്കൂസ് എന്നോ കുളിമുറി എന്ന് പറഞ്ഞാല് ഉഫ്രാനക്ക അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്തുകൊണ്ട്? ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, അവനെ ദിക്ർ അവിടെ മുടങ്ങിപ്പോയി. രണ്ട്, അവനെ എത്ര സൂക്ഷിച്ചാലും ചിലപ്പോൾ അവനെ പരിധി വിട്ടിട്ട് അവന്റെ നഗ്നത പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് നോക്കിക്കാൻ അവിടെ ആളുണ്ട്. അതുകൊണ്ട് ശൈത്താന്റെ വീടാണ്. അപ്പൊ പുറത്തിറങ്ങനോടുകൂടെ അവൻ വീണ്ടും അള്ളാഹുവിനെ ഭയം തേടി അല്ലാഹു ഗുഫ്രാനക്കൽ. എല്ലായിടത്തും അൽഹംദുലില്ലാഹ് കഴിഞ്ഞാൽ കക്കൂസ് എന്നോ കുളിമുറി എന്ന് പറഞ്ഞാൽ ഗുഫ്രാനക്കൽ അൽഹംദുലില്ലാഹ്.
അള്ളാഹു ആദ്യം പൊറുക്കലിനെ തേടുന്നു. പൊറുക്കലിനെ തേടുന്നതിലൂടെ എന്ത് വന്നു? വല്ല കമ്മി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉഫ്രാനക്കയിലൂടെ ആ കമ്മി അവിടെ പരിഹരിച്ചു. വളരെ ചിന്തിക്കണം. രണ്ട് കാര്യം ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞത്. ഒന്ന്, മുഅ്മിനിനനുസരിച്ച് ആര് വരും? മലക്കുകൾ വരും. ശിർക്കിന്റെ അകലുകാർക്കനുസരിച്ച് ശൈത്താൻ വരും. അതുകൊണ്ടാണ് ഒരാളെ അടുത്തേക്ക് ഒരു പ്രശ്ന പരിഹാരത്തിന് പോകാനേ പാടില്ല. എന്തുകൊണ്ട് പോകാൻ പാടില്ല? അവരുടെ അടുത്ത് പണിയില്ലാതെ നിൽക്കണ ശൈത്താന്മാരുണ്ടാവും. ഇഷ്ടം പോലെ അത് പണിയിലേക്ക് കയറും. ഇഷ്ടം പോലെ ഉണ്ട്. പണിയില്ലാതെ നിൽക്കുന്ന ശൈത്താന്മാരുണ്ടാവും, കയറും. ശൈത്താന്മാരെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ശൈത്താന്മാർക്ക് ഞാനൊരു ഉപമ പറഞ്ഞാൽ, ശൈത്താന്മാർക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ലോഡിംഗ് തൊഴിലാളികളെ പോലെയാണ്. അവർ ശിർക്കിന്റെ വസ്തുക്കളിൽ ഇങ്ങനെ ഇരിക്കും. ശിർക്കിന്റെ അടയാളങ്ങളിലും ശിർക്കിന്റെ വസ്തുക്കളിലും ശിർക്ക് ചെയ്യുന്ന ശിർക്കിന്റെ ആളടുത്തും ശിർക്ക് ജപിച്ചു വിടുന്നവരടുത്തും ഇവൻ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഏതുപോലെ ഒരു അങ്ങാടിയിലെ ബസ് സ്റ്റോപ്പിലോ മറ്റോ ആയിരിക്കും ലോഡിംഗ് തൊഴിലാളികൾ അങ്ങനെ ഇരിക്കും. അതാണ് അവന്റെ പണി. ഒരു ലോഡ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നായിട്ടത് പഞ്ഞാരും. ഷിർക്കിന്റെ സ്ഥലങ്ങളിൽ പോയി ഇരിക്കാനോ ഷിർക്കിന്റെ വസ്തുക്കളെ നോക്കാനോ പാടില്ല. ഷിർക്കിന്റെ വസ്തുക്കൾ കണ്ട എതിർ ദിശയിലേക്ക് മുഖം തിരിക്കുകയും ഇടഭാഗത്തേക്ക് തുപ്പുകയും ആണ്. എതിർ ദിശയിലേക്ക്. എന്തുകൊണ്ട്? ശൈത്താന്റെ മജ്റയാണ്. ശൈത്താൻ പ്രവേശിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് കാരണങ്ങൾ ഇതിലുണ്ട്. അത് മനുഷ്യനെ, പെണ്ണുങ്ങളെ നല്ലൊരു ശതമാനം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. നല്ലൊരു ശതമാനം എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം പെണ്ണുങ്ങളെ നശിപ്പിച്ചു. പിന്നെ അവരിലേക്ക് പ്രവേശിക്കും. പിന്നെ അത് പല ദോഷങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാക്കും. അനർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പല അനർത്ഥങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ അനർത്ഥങ്ങൾ വളരെ വലുതാണ്. ശൈത്താന്റെ അവസ്ഥ ഹബീബ നബി പറഞ്ഞത് എന്താ? ഏത് രൂപത്തിലും രൂപപ്പെട്ടു വരാൻ ശൈത്താൻ കഴിയും. ഹത്തൽ കൽബി വൽ ഖൻസീരി, ഹത്തൽ കൽബി വൽ ഖൻസീരി, ഹത്തൽ കൽബി വൽ ഖൻസീരി. നായയുടെയും പന്നിയുടെ ഏത് രൂപത്തിലും രൂപപ്പെട്ടു വരാൻ ആർക്ക് കഴിയും? ശൈത്താൻ. ഇതിനപ്പുറത്തേക്കും ഇതിന് വിവരമുണ്ട്. ഭർത്താക്കന്മാർ മാത്രം വരികയാണെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള വിവരം ഞാൻ പറഞ്ഞുതരാം. ഇത് കുട്ടികളിരിക്കുന്ന സദസ്സിൽ പറയാൻ പാടില്ലാത്ത ചില വിവരങ്ങൾ ഈ വിഷയത്തിൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനുഷ്യന്മാരെ ഇതെങ്ങനെ കയറും? ഇത് അവൾ വഹിച്ചു നടക്കും. ഇത് ശിർക്കിന്റെ വസ്തുക്കളിലൂടെ അവളിൽ പ്രവേശിക്കും. അതുകൊണ്ടാണ് എന്ത്, ഒരാൾ നമുക്ക് സെഹർ ചെയ്താലും സെഹർ ചെയ്തോട്ടെ എന്ന് പറയാൻ പറ്റില്ല. ഒരാൾ നമുക്ക് സെഹർ ചെയ്യാം. ഈ സെഹറിനെ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായാൽ രോഗം മാറ്റുകയും ചെയ്യാം, മാറ്റാതിരിക്കുകയും ചെയ്യാം. സിഹർ ചെയ്താൽ വേഗം രോഗം മാറ്റണം. എന്തുകൊണ്ട്? സിഹറിലൂടെ വ്യക്തിയിൽ ശൈത്താൻ പ്രവേശിക്കും. ശൈത്താൻ എല്ലാ തോന്നിയാസവും ഈ വ്യക്തിയിൽ ചെയ്യും. ക്യാൻസർ അങ്ങനെയല്ല. ക്യാൻസർ ഇയാളെ മരിപ്പിക്കത്തേ ഉള്ളൂ, ഈമാൻ നശിപ്പിക്കില്ല. ഒരു ക്യാൻസർ കാലം വരെ ഈമാൻ നശിപ്പിച്ചിട്ടില്ല. എന്നാൽ ശൈത്താൻ ഈമാൻ നശിപ്പിക്കാനാണ് കയറുന്നത്. ഓന്റെ അദാവത്ത് തന്നെ എന്തിനോടാണ്? ഈമാനോടാണ്. അതുകൊണ്ടാണല്ലോ സബഉൽ മുബിഖാത്തിൽ ഷിർക്ക് കഴിഞ്ഞാൽ അടുത്തത് സിഹ്റാണ്. മൂന്നാമതാണ് കൊല. ഒരാളെ കൊല്ലുന്നതും സിഹ്ർ ചെയ്യുന്നതും നോക്കിയാൽ നല്ലത് കൊല്ലലാണ്. കൊല്ലലിന് ശിക്ഷ കുറയും. അള്ളാന്റെ ഹബീബ് 7 വൻദോഷങ്ങൾ എണ്ണിയതിൽ 1 അശ്ശിർക്കു ബില്ലാഹ്, 2 വസ്യഹ്, 3 വഖതുൽ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, 4 അക്ലുൽ റിബ, 5 അക്ലു മാലിൽ യതീം, 6 വതവല്ലി യൗമസ് സഹ്ഫ്, 7 ഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്. 7 വൻദോഷങ്ങൾ. 1 ശിർക്ക്, 2 സിഹർ ചെയ്യൽ, 3 കൊല്ലൽ, 4 പലിശ തിന്നൽ, 5 യതീമിന്റെ മുതൽ തിന്നൽ, 6 യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന നേരത്ത് നേതാവിന്റെ അനുവാദമില്ലാതെ പിന്തിരിഞ്ഞോടൽ, 7 പതിവ്രതകളായ പരിശുദ്ധകളായ പെണ്ണുങ്ങളെ കുറിച്ച് വ്യഭിചാരം ആരോപിക്കൽ. ഇതാണ് 7 വൻദോഷം എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ കൊല പറഞ്ഞത് 3ാമതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഭയങ്കര പ്രശ്നം. അവൻ ചുരുക്കത്തിൽ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് മനുഷ്യന്റെ ബന്ധങ്ങളാണ് ഇവിടെയൊക്കെയുള്ള വിഷയം. 2 ഭാഗത്തോട് മനുഷ്യന് ബന്ധമുണ്ടാവും. ഞാൻ പെണ്ണിന്റെ കാര്യം ഇടക്കൊന്ന് പറഞ്ഞു പോയതാണ്. അതൊരു വിഷയമാണ്. ചെറിയ വിഷയമല്ല, ഭയങ്കര വിഷയമാണ്. എന്തിലൂടെയും പ്രവേശിക്കും. ഉദാഹരണം പറയാം, നോക്കുന്ന പെണ്ണിന്റെ കണ്ണിലൂടെ ശൈത്താൻ പ്രവേശിക്കും. കാരണം അത് ശൈത്താന്റെ മജ്റയാണ്. ശൈത്താൻ നടക്കുന്ന സ്ഥലമാണ് ഏത്? നഗ്നത പ്രദർശനമൊക്കെ ശൈത്താൻ നടക്കും. അതിലൂടെയൊക്കെ ആര് പ്രവേശിക്കും? ശൈത്താൻ പ്രവേശിക്കും. ഒരു കട്ടി കൂടി. അങ്ങനെയാണ്. എന്നിട്ട് നന്മയുടെ കാര്യത്തിനെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കും. ഉദാഹരണം പറയാം, ഓതുന്ന നേരത്ത് കൂട്ടുവായി വരും. തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉത്സാഹം ഉണ്ടാവും. അതിന്റെ പിന്നിൽ ആരാ? ശൈത്താൻ.